ഇന്ന് അമ്മിണിക്കുട്ടൻ്റെ പെണ്ണ് കാണലാണ്. പെണ്ണ് കാണലെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ടാമത്തെ പെണ്ണ് കാണലല്ല, 61ാമത്തെ പെണ്ണ് കാണൽ. ഇന്നത്തെ പെണ്ണ് കാണൽ നടക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇത് അമ്മിണിക്കുട്ടൻ്റെ കഥയാണ്, അമ്മിണിക്കുട്ടൻ്റെ മാത്രം കഥനകഥ. ഈ വരുന്ന 3-ാം തീയതി എൻ്റെ കല്യാണമാണ്. എല്ലാവരും കുടുംബസമേതം വരണം. മേലേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ട്. വൈകുന്നേരം 4 മണിക്ക് SS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫംഗ്ഷൻ. എല്ലാവരും വരണം. ഇതാരും അടുത്ത് വിളിക്കുന്നത്? എന്താ പിച്ചും പേയൊക്കെ പറയണ? നിന്നെ കാത്തൊരു ചെറുക്കം വന്നിരിക്കണം. പുറത്ത് നീ സ്വപ്നം കണ്ടോണ്ട് ഇവിടെ കിടന്നു. വിളിച്ചു കഴിഞ്ഞില്ല, ദൂരോട്ടൊക്കെ ഉണ്ട്. ഇപ്പം വീട്ടിൻ്റെ അടുത്ത് മാത്രമേ ഇപ്പം വിളിച്ചോണ്ടിരിക്കുന്നുള്ളൂ. അതിന് ദൂരോട്ട് പോകണം. എന്താടാ രാവിലെ? ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം അങ്ങോട്ട്. കല്യാണം വിളിച്ചു വന്നേന്. ആരല്ലാണ് അവിടെ? എൻ്റെ കല്യാണം. നിനക്ക് കല്യാണമായോ? നിനക്കെത്ര വയസ്സായി? കഴിഞ്ഞ മാസം 24 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു, കണ്ടില്ലായിരുന്നോ? അതിന് നിനക്കെന്തെങ്കിലും ജോലി ഉണ്ടാടാ? ജോലിയൊന്നുമില്ല. പിന്നെ നിനക്കാടാ പെണ്ണ് തരണത്? പെണ്ണ് തരണം എന്തിന്? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എവിടെന്ന്? ഇൻസ്റ്റാഗ്രാമില്. അതിന് ഒരെണ്ണത്തിന് അങ്ങ് സെലക്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. അടുത്ത മാസം 24-ആണ് കല്യാണം, വരണം. ചേച്ചി കല്യാണം വിളിച്ചിട്ടുണ്ട്, അടുത്ത മാസം 24-ആണ്. കുടുംബസമേതം വരണം. ചേട്ടൻ്റെ അടുത്ത് കൂടെ ഒന്ന് പറഞ്ഞിരിക്കണം. ചേട്ടാ എൻ്റെ പിന്നെ കല്യാണം ആയില്ലല്ലോ, പെണ്ണൊന്നും കിട്ടിയില്ലല്ലോ. പിന്നെ ചേട്ടൻ്റെ കുടുംബസമേതം ഒന്നും പറയേണ്ട കാര്യമല്ലല്ലോ. പെണ്ണൊന്നും കിട്ടണില്ലേ? ഇനിയിപ്പം പ്രത്യേകിച്ച് കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല, പ്രായങ്ങളൊക്കെ ആയി. എന്തായാലും ചേട്ടാ രാവിലെ വൈകുന്നേരം ഒക്കെ വരണം. അപ്പൊ പിന്നെ ശരി ചേച്ചി. നാട്ടിൽ കിടക്കണ അണ്ടനും അടകൂടനും അത്രയും പെണ്ണ് കിട്ടി. നിനക്ക് എവിടെന്നെങ്കിലും ഒന്നിനെ വിളിച്ചോണ്ടെങ്കിലും വന്നൂടെ, ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാതെ. ഞാൻ എവിടെ നിന്ന് ആരെ വിളിച്ചോണ്ട് വരാൻ? അത് ഞാൻ ഇനി പറഞ്ഞു തരണോ? നിന്റെ ചേച്ചി 24 വയസ്സാവാത്ത മുട്ടേന്ന് വിരിയാത്ത പയ്യന്മാരാണ് ഓരോന്ന് കല്യാണം കഴിക്കണത്. ഇങ്ങനെ ഒരു മണവണാഞ്ചനാണല്ലോ ദൈവമേ എനിക്ക് തന്നത് അനിയനായിട്ട്. എന്താണ് രാവിലെ ചേച്ചി അനിയനും കൂടെ ഒരു ബഹളം? ഞാൻ എന്ത് പറയാനാണ് കൃഷ്ണയെ, ഓരോരുത്തന്മാരെ വീട്ടിൽ വന്ന് കളിയാക്കിയിട്ട് പോവുകയാണ്. എന്നാ എവിടെന്നെങ്കിലും ഒന്ന് ചെന്ന് ഒന്നിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ എവിടെ നിന്ന് വിളിച്ചോണ്ട് വരാനെന്ന്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഞാൻ കൊടുക്കാനുള്ളത്? അമ്മിണിയേട്ടന് ഞാനും പെണ്ണ് നോക്കട്ടെ? എനിക്കിവിടെ ആരും പെണ്ണെന്ന് നോക്കണ്ട. എനിക്ക് നാളെ ഒരു കല്യാണാലോചന ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ ഞാൻ കെട്ടോളൂ, അല്ലാതെ ഇവള് പറയും പോലെ ഒന്നും അല്ല. പൊട്ടനാണല്ലോ പൊട്ടൻ. ആരങ്ങോട്ട്? ഹലോ മാധവൻ, വണ്ടി കഴിവായിരിക്കും. നമസ്കാരം സാറേ. നമസ്കാരം. ഒന്ന് ഓടാന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് എന്ത് വിശേഷം സാറേ, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. മോളെ കാണാനില്ലല്ലോ. ഉണ്ടായിരുന്നു സാറേ, പുറകിലെങ്ങാനും പോയിട്ടുണ്ടാവും. മോളെ പുറകിലൊക്കെ നിർത്തിയാ മതിയോ? സാറെന്താ ഉദ്ദേശിച്ചേ? ഒരു കല്യാണം വല്ലതൊക്കെ നമുക്ക് ആലോചിക്കണ്ടേ? കല്യാണമോ സാറേ? അതൊക്കെ അതിന്റെ സമയത്തങ്ങ് നടക്കും. അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല മാധവ. നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മളല്ലേ താല്പര്യം എടുക്കേണ്ടത്. എന്റെ മക്കള് ഒരാൾ UK-ല്, മറ്റേയാൾ അമേരിക്കയില്. ആരാ താല്പര്യം എടുത്തത്? ഈ കേണൽ മേനോൻ. അതുപോലെ നീ ചിന്തിക്കണം. അതുപോലെ അല്ലല്ലോ സാറേ, ഇതൊക്കെ ഈശ്വര നിശ്ചയമല്ലേ, അതൊക്കെ സമയത്ത് നടക്കും. ഈശ്വര നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് നീ ഇരുന്നോ? പിന്നെ വല്ലതും സംഭവിച്ചിട്ടേ കയ്യും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും നടക്കില്ല മാധവ. സാർ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അവൾ അവസാനം ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാൽ പിന്നെ മാധവ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യം ഒന്നുമില്ല.
എന്റെ മോൾ അങ്ങനെയൊന്നും ഇറങ്ങി പോകൂല സാറേ. ഞാൻ വളർത്തിയത് അവളെ കഷ്ടപ്പെട്ട്. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ വളർത്തണ മാധവ. അവസാനം അവൾ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. അപ്പം മാധവന് നഷ്ടപ്പെടും. എന്റെ പൊന്ന് സാറേ, വെറുതെ അപവാദങ്ങളൊന്നും പറഞ്ഞു കിടത്ത്. സഹായിച്ചില്ലെങ്കിൽ ദ്രോഹിക്കും. എന്റെ പൊന്ന് മാധവ, ഇത് ഞാൻ പറഞ്ഞു പരത്തുന്നതല്ല. ചായക്കടയിലും കവലയിലുമൊക്കെ ചില കിംവദന്തികൾ പരക്കുന്നുണ്ട്. ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? കിംവദന്തി എന്നൊന്നും പറഞ്ഞാൽ അത് പറ്റത്തില്ല. സാറ് വ്യക്തമാക്കണം ആര് പറഞ്ഞു എന്ന്. ആര് പറഞ്ഞു, എന്തു പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ പറഞ്ഞു? ഇത് തിരിച്ചറിയാൻ പറ്റാത്ത വർത്തമാനത്തെയല്ലേ കിംവദന്തി എന്ന് പറയുന്നത് മാധവ. എന്റെ പൊന്ന് സാറേ, സാർ ഓടാനല്ലേ പോണത്? അതെ മാധവൻ. ഓക്കെ മാധവൻ. അറിയാത്ത മാധവൻ അറിയുമ്പോൾ അറിയും. എന്ത് പറ്റി മാധവ സാർ? ഇങ്ങനെയുണ്ട് ഓരോ ജന്മങ്ങൾ. രാവിലെ വന്ന് നെഗറ്റീവ് അടിക്കാനായിട്ട്. അതൊരു പുതിയ കാര്യമല്ലല്ലോ മാധവ സാറേ. ഇന്നെന്താ പുതിയ നെഗറ്റീവ്? നിന്റെ പ്രേമവും കല്യാണവും. ഓ, ഇപ്പൊ ഒരു കല്യാണത്തിന്റെ അടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇവിടെ അമ്മണിക്കുട്ടൻ ചേട്ടവിടെ. ഓ, എന്റെ ഈശ്വര, അവനൊരു പെണ്ണ് കിട്ടിയെങ്കിൽ മതി. ഓരോരുത്തന്മാര് വീട്ടിൽ വന്ന് കല്യാണം വിളിച്ച് കളിയാക്കിയിട്ട് പോണു. ചേച്ചിയാണെങ്കിൽ ഇനി പറയാൻ ഒന്നുമില്ല. തന്നെയാണ് ഞാനും നോക്കുന്നത്. നിനക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം? എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത് നോക്കിയാലോ? തേണൽ വരുന്നുണ്ടേ, നീ ഒന്നും മിണ്ടണ്ട. ഞാൻ എല്ലാം ഡീൽ ചെയ്തോളാം. ഇവിടെ ഇത് നമ്മളെ ആ പെണ്ണ് കിട്ടാത്ത ചെറുക്കല്ലേ ഇത്? അല്ല, ഇതെന്റെ ഫ്രണ്ടാ. അവൻ തന്നെ ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. എന്തിനടേ കള്ളം പറയണത്? എനിക്കറിയാം, ഇത് നമ്മളെ ഗംഗാധരന്റെ മോഹല്ലേടേ. അല്ല എടാ, നാട്ടുകാരങ്ങനെ പലതും പറയൂടേ. നീ നിന്റെ അമ്മയെ സംശയിക്കല്ലേ? നീ ഗംഗാധരന്റെ മകൻ തന്നെ, എനിക്കറിയാം. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് പെണ്ണ് കിട്ടാൻ പോകുന്നില്ല കേട്ടോടേ. ചേടാ, വർണ്ണവനും പോണവനൊക്കെ നമ്മളെയാണല്ലോ കളിയാക്കി. അമ്മണി ഒന്ന് വാ വാടേ. ഒരു 100 രൂപ. എന്തിന്? അത് താന്ന് കാര്യം പറ. ഇവിടെ നാളെ കല്യാണം, ഒരു കല്യാണം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തുണ്ട് 100 രൂപ? എന്തിന് 100 രൂപ? നാളെ പെണ്ണ് കാണാൻ പോണടുത്തേ ആരെങ്കിലും പാര വെച്ചാ 100 രൂപ കുറേ. 100 രൂപ. എടേ അമ്മണിക്കുട്ട, നിന്റെ കല്യാണമൊക്കെ ആയാടേ? നീ എണ്ണം കെട്ടവനെയും കൊണ്ടാണ് നാളെ കല്യാണത്തിന് പോണെങ്കിൽ ആ കല്യാണം നടക്കൂല. അറിയല്ല, പല കല്യാണം ഈ ഒറ്റ ഒരുത്തൻ കാരണമാണ് മുടങ്ങിയത്. അതുകൊണ്ട് ഇവന്റെ കൂതറ ആട്ടയം പിടിച്ചോണ്ട് നീ വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കൂല. ഉള്ള കാര്യം അതാണ് കറക്റ്റ്. ഞാൻ നല്ല കാർ കൊണ്ടുവരാളിയാ, നമുക്ക് അതിൽ 14 വിലയും കിട്ടും. അതാണ് ആ കൂതറ ആട്ടയിലാണ് വരാൻ നിൽക്കണമെങ്കിൽ നിന്റെ കല്യാണം നടക്കൂല. ഒക്കെ പറഞ്ഞില്ലെന്നോ? അത് എടേ അമ്മണിക്കുട്ട, ഇവരെന്നെ ഒഴിവാക്കാനാണോ പറഞ്ഞു വിടുന്നത്? ഡേയ്, നീ നാളെ എനിക്കൊരു ഓട്ടം തന്നാലേ വീട്ടിലെ കഞ്ഞൂടിയെങ്കിലും നടക്കും. കൊള്ളാം. വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്കിട്ട് പണിയാണ് തരണേന്ന്. അമ്മണിക്കുട്ട, ഡേയ്, നീ എന്നെ അങ്ങനെയാടാ കാണുന്നത്? അങ്ങനെയൊന്നും അല്ലടാ. നിന്റെ ഓട്ട വിളിച്ചേ പോണോളൂ. അതാണ് അമ്മണിക്കുട്ട സ്നേഹം. കണ്ടാടാ സ്നേഹത്തെ പോലെ. എന്റെ പൊന്നമ്മണി അപ്പോഴേ ഞാൻ പറഞ്ഞത് കാർ എടുത്തോണ്ട് വരാന്ന്. അത് തന്നെ, ഒരു അംബാസഡർ കാറായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഒരു പാണ്ടി ലോറി ഒന്നും ഇടിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിപ്പം ഇതിലൊക്കെ വലിഞ്ഞേറി അങ്ങ് ചെല്ലുമ്പോ അവിടെ കാണുമോ അതോ വല്ലവൻ്റെ പോവോ എന്താ? എന്തൊരു ബാബുന്നാണ് അണ്ണൻ പറയണത്? ഇതെന്റെ 61ാമത്തെ പെണ്ണ് കാണലാണ്. ഇതെങ്കിലും നടന്നില്ല എനിക്ക് വീട്ടിൽ കയറാൻ പറ്റൂല. നിന്നെ വീട്ടിലും കയറ്റും നാട്ടിലും കയറ്റും. ബാബു കല്യാണം നടത്തിയിരിക്കും. ബ്രോക്കർ ബാബു ഇത് നടത്തിയിരിക്കും. ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കൂലെന്നാ? ബാബുണ്ണ നടക്കൂലെന്ന്? നടക്കൂലെന്ന് എടാ, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ മോഹൻലാൽ കുഞ്ചികളുടെ ആട്ടയൊന്നും പെണ്ണ് കാണാൻ പോകുമ്പോ വിളിക്കരുത്. എണ്ണം കെട്ട് വാക്ക് പറയലടേ നല്ലൊരു കാര്യത്തിന് പോകുമ്പോഴേ.
എന്നുവെച്ചാൽ എണ്ണക്കേടല്ല പറഞ്ഞത്, ഈ വണ്ടിയിൽ പോക്ക് നടക്കൂലെന്നാ ഉദ്ദേശിച്ചത്. അല്ല എണ്ണക്കേടൊന്നും അല്ല പറഞ്ഞത്. വണ്ടിയിലെ എഞ്ചിനും എല്ലാം പോയി കിടക്കുന്നു. പറ്റുമെങ്കിൽ തള്ളി ഞാൻ അതുവരെ കൊണ്ടുവിടാം. പറ്റുമോ? എന്തോന്നളിയാ, നേരത്തെ നിനക്ക് എഞ്ചിൻ കംപ്ലൈന്റ് ആണെങ്കിൽ പറഞ്ഞുകൂടായിരുന്നാ? ഞങ്ങൾ ടാക്സി പിടിച്ച് പോകുമായിരുന്നല്ലോ. കൊള്ളാല്ല ആളിയാ. വല്ല തെണ്ടിത്തനത്തിന് പോകുമ്പോ എന്റെ വണ്ടിയും, നല്ല കാര്യത്തിന് പോകുമ്പോ വേറെ വണ്ടിയും വിളിച്ചുണ്ട്. അമ്മണി കൊള്ളാം കേട്ടോ അമ്മണി. അതല്ല അളിയാ പറഞ്ഞത്, പിന്നെ സമയത്തിനവിടെ എത്തണ്ടേ? ഈ സമയത്തിന് അവിടെ എത്തണോ? എന്നാ പിന്നെ ടാക്സി വിളിയണേ. ഏയ് നിങ്ങളെ ടാക്സിയും കോപ്പൊന്നും വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ നമ്മളെ ബിജുവിനെ വിളിച്ചിട്ടുണ്ട്. തക്കാളി ബിജു ഇല്ലേ, അവ ഇപ്പൊ എത്തും. പണി സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ എത്തും. നോക്കിക്കോ. ആ ദോ പറഞ്ഞു തീർന്നില്ല. ദോ പറഞ്ഞു കണ്ട. എന്താ പ്രശ്നം? എന്നും വിഷയം തന്നെയല്ലേ നിന്റെ വണ്ടി? വർക്ക്ഷോപ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞ കേക്കയില്ല നീ. ചാവി വർക്ക്ഷോപ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞ കേക്കയില്ല നീ. ഇന്നാളെ പറഞ്ഞല്ലോ നിന്റെ നീ ഈ ഓട്ടം പോയിട്ട് വർക്ക്ഷോപ്പിലൊന്ന് കൊണ്ടുപോവാ. അതൊക്കെ പോട്ട് മേസ്ത്രി. ഇപ്പൊ എന്താണ് കംപ്ലൈന്റ്? ഇതിന്റെ കംപ്ലൈന്റാ? എടാ അതിന്റെ മോണിക്സ് പോയത്. മോണിക്സ് എന്ന് വെച്ചാൽ ഞാൻ പറയണ നിന്റെ അടുത്ത്. നീ ആട്ട പറഞ്ഞില്ലടാ, നിനക്കറിഞ്ഞു. ഓഹോ, എനിക്ക് മനസ്സിലായതാ. നിന്റെയൊക്കെ മോണിക്സ് കട്ടപ്പുറത്തിരിക്കേണ്ട വണ്ടി, അതിന്റെ ഇംഗ്ലീഷ് ആണല്ലേ മോണിക്സ്. അയ്യോ, പെണ്ണ് കാണാൻ പോകാൻ കൊണ്ടുവന്ന വണ്ടി കൊള്ളാടേ. അമ്മണി ഈ വേട്ടവളിന്റെ അടുത്ത് ഉണ്ടായിരിക്കാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് കുളത്തിയിടും. വെക്കും വെച്ച് വന്ന് ഇറങ്ങിക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടി ഇതിനെയൊക്കെ? ഇവരൊക്കെ പറയുന്നൊരു മര്യാദ ഇല്ല. വണ്ടിയൊക്കെ ആകുമ്പോ ഇതൊക്കെ സംഭവിക്കും. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എങ്ങോട്ടാ? നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയത്. മനസ്സിലായി, പെണ്ണാണല്ലേ? ശേഷേ അതാര് പറഞ്ഞു? നമ്മൾ തന്നെ വെറുതെ കാറ്റൊക്കെ കൊണ്ട് കുളമൊക്കെ കണ്ട് കറങ്ങി നടന്ന് അതിനുവേണ്ടി വന്നു. എന്റെ പൊന്ന് ബാബുണ്ണ, ഇതെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണേ. ഇനി ഈ നാട്ടിൽ വേറെ പെണ്ണില്ല. നടത്തും. മാറില്ല കേട്ടോ ബാബു, ബ്രോക്കർ ബാബു ഇത് നടത്തിയിരിക്കും. നടത്തിയാ മതി. അതെ, ജംഗ്ഷനിൽ നിന്ന് വണ്ടിക്കാരൻ പറഞ്ഞു വിടണോ? ഇനി ഈ കാരണം കൊണ്ട് കല്യാണം മുടങ്ങണ്ട. എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായം. ബാബുണ്ണ, കളിയാക്കൾ ഇത്തിരി കൂടി വരുന്നുണ്ട്. ഇതെങ്കിലും ഒന്ന് നടത്തണം. തൽക്കാലം അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നീ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനാ? നിങ്ങൾ കൂടെ വരെ 100 രൂപ പെട്രോൾ അടിച്ചു കൊടുക്കൂലേ? 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ പറ്റൂല. എന്തെങ്കിലും കൂടെ തന്നാ നോക്കാം. എന്തെങ്കിലും കൂടെ ചെയ്യൂലേ അളിയാ? എനിക്ക് കുഴപ്പമില്ല, വരാം. വണ്ടി ഇടറാ. പാട്ട മോണിക്കസ് വണ്ടി കേട്ടിട്ടുണ്ടാവും നമ്മുടെ തറവാടിനെ കുറിച്ച്. മംഗലക്കൽ തറവാട് അല്ലേ? ആന, മയില്, ഒട്ടകം, കടുവ, പുലി ഒക്കെ ഉണ്ടായിരുന്ന തറവാടായിരുന്നു പണ്ട്. ഇപ്പോൾ ക്ഷയിച്ചു പോയി. കാരണം നിയമങ്ങളൊക്കെ മാറി. പട്ടിയെ വളർത്താൻ പാടില്ല, പൂച്ചയെ വളർത്താൻ പാടില്ല, ആടിനെ വളർത്താൻ പാടില്ല. അങ്ങനെ തറവാട് ഇപ്പോൾ അല്പം ക്ഷയിച്ചു. എങ്കിലും ഒരു കുറവുമില്ല. അത് മനസ്സിലാക്കണം. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടൂല. കഴിക്കണം, എടുത്ത് കഴിക്കണം. കഴിക്കാൻ അവര് പറയും, പക്ഷെ കഴിക്കരുത്. നമ്മളതല്ല.
പറഞ്ഞത് ഈ അലവലാതി ഓട്ടക്കാരന്മാരെ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വിളിച്ചോണ്ട് വരലെന്ന്. എങ്ങനെയുണ്ട് ലഡു? എന്താ പേര്? അത് പിന്നെ അമ്മണിക്കുട്ടൻ. നല്ല പേര് കേട്ടോ. അമ്മിണിക്കുട്ടൻ കേവലു. അമ്മിണിക്കുട്ടൻ. അമ്മിണിക്കുട്ടൻ കേവലു. എന്തേ? ആ ചിരിയൊന്ന് നിർത്തിയിട്ട് കൊച്ചിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവല്ലോ വെള്ളനെ കാണാമല്ലോ. അല്ല മക്കളെ ഗിരീശ വാ ഇരിക്ക്. ഞാനാ മാമ കുറച്ച് താമസിച്ചു. അത് കാര്യമില്ല, എന്താണ് എത്തിയല്ലോ. ആ പിന്നെ മനസ്സിലായില്ലല്ലേ, ഇത് എൻ്റെ ഒരേ ഒരു അന്തരം ഗിരീശൻ. മക്കളെ ഇതാണ് നമ്മുടെ പയ്യൻ. എടാ അമ്മണിക്കുട്ടാ നീയാ? അല്ല അമ്മിണിക്കുട്ടനെ നേരത്തെ അറിയോ? പിന്നെ ഇവൻ അറിയാത്ത ആരുണ്ട്? ഇവൻ നമ്മുടെ ചായ കുടി അമ്മണിക്കുട്ടായി. ചായ കൂടി അമ്മിണിക്കുട്ടൻ. പിന്നെ ഞായറാഴ്ച ഇവന് ചായ കുടിക്കാനേ സമയമുള്ളൂ. എടാ ഇതിന്റെ എത്രാത്ത പിന്നാളിലാണ്? 61. 61 പ്രാവശ്യം ചായ കുടിച്ച കക്ഷിയാണ് ഈ ഇരിക്കുന്നത്. ശിവ ശിവ 61 ചായയോ? ഇതെങ്ങനെ താങ്ങി മക്കളെ? ആ ഒരു നിമിഷം എന്താ ഇരിക്കുക? ഒരു നിമിഷം. എന്തേ ഇതാ വരുന്നു, ഇതാ വരുന്നു. ഇരിക്കാം. അമ്മണിക്കുട്ട ഒരു പാറയാണല്ലോ പോകുന്നത്. എന്റെ പൊന്നു മാമ എന്ത് ഉദ്ദേശിച്ചാണ് പിന്നെ ചകത്തി കയറ്റിയത്? എന്താ എന്ത് കാര്യം പറ. മാമ ഇവന് ജോലിയും കൂലിയില്ലെന്നു എന്ന് പറഞ്ഞപ്പോ വന്ന് കാണാൻ വന്നുപോയില്ലേ, ഇത് പറ്റിയാ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞ് തന്തയില്ലാത്ത കൊച്ചിനെ പിടിച്ച് അവനെയും തലയൊക്കെ വെച്ച് അങ്ങനെ പറയുന്നത് നമ്മുടെ കൊച്ചല്ലേ ഒരു അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നാട്ടിൽ പലതും പറയും അവസാനം. ഇനിയിപ്പോ എന്താണ് മാർഗം അത് പറ. ഒരു മാർഗം ഇറങ്ങി പോവാൻ പറഞ്ഞത്. അവന്റെ മുഖത്ത് നോക്കി നമ്മൾ അങ്ങനെ പറയും. മാമൻ പറയണ്ട, എനിക്കറിയാൻ പറയാം കൂടെ എന്നാണ് പറയാൻ. പിന്നെ ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഒരു പെണ്ണിന്റെ ഭാവിയുടെ കാര്യമല്ലേ. ആരും ഇരുന്ന് മുഷിച്ചില്ലല്ലോ, ഒരു ചെറിയ കാര്യം സംസാരിക്കാണ്ടായിരുന്നേ. അല്ല അമ്മണിക്കുട്ട ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? എനിക്കിപ്പോഴും കൃഷിപ്പണി തന്നെ. കൃഷിപ്പണിയൊക്കെ ഒരു ജോലിയാണോ അമ്മണിക്കുട്ട? എന്താ ചേട്ടാ, കൃഷിപ്പണി ഒരു ജോലിയല്ലേ ചേട്ടാ? ആ കൃഷിപ്പണി വെച്ചാണ് അവൻ 2 സഹോദരിയെ കല്യാണം കഴിച്ച് പറഞ്ഞയപ്പിച്ചു. ഇപ്പം പുതിയ വീടിൻ്റെ പണി നടക്കുന്നു. അവൻ ഒരു ദുസ്വഭാവവും ഇല്ല. വെള്ളം അടിയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിയോ ഒന്നും ഒരു സംഗതി അവനില്ല. അതുകൊണ്ടല്ലേ ഈ പറയുന്നത്. അതായത് ഈ ഒരു പണിയും മോശമല്ല, ഒരു തൊഴിലും മോശമല്ല. എല്ലാ തൊഴിലിനും അതിൻ്റെതായ ബഹുമാന്യതയും മാന്യതയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോട് അയക്കണമെന്നാണ് താല്പര്യം. അത്രയും നമ്മൾ പറഞ്ഞു. എൻ്റെ പൊന്നു മാമ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥ നോക്കുന്നതിനെയും കാട്ടി പൊന്നു പോലെ അവൻ നോക്കും. അതെ മാമ, അത്രയ്ക്ക് നല്ലൊരു പയ്യനാണ് ചേട്ടാ. നമ്മുടെ നാട്ടിൽ ഇത്രയും തങ്കപ്പെട്ട ഒരു പയ്യൻ വേറെ ഇല്ല ചേട്ടാ. നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണ്.
എൻ്റെ പൊന്നു സഹോദരൻ അവൻ നല്ല പയ്യനാണ്, നല്ല അധ്വാനിയാണ്. പക്ഷേ അവന് പറ്റിയ പെണ്ണ് ഇവിടെ ഇല്ലെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇവന് പെണ്ണ് കിട്ടും. എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ വല്ല അനാഥാലയത്തിൽ നിന്നോ ആരും ഇല്ലാത്ത പെൺപിള്ളേരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു ജീവിതം കൊടുക്കാമല്ലോ അവന്. പക്ഷേ ഇവിടെ 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 അവന് പറ്റിയ പെണ്ണില്ല. മനസ്സിലായില്ലേ? ഇല്ല മാമ. അളിയ നീ എന്തിനു വിഷമിക്കുന്നത്? ഇതിനെക്കാട്ടി നല്ല പെണ്ണ് നിനക്ക് കിട്ടും. എടാ നിന്നെ അവർക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. അളിയ അവളൊക്കെ പോണെങ്കിൽ പോട്ടളിയാ, ഇതിനേക്കാളും നല്ല പെണ്ണ് നിനക്ക് കിട്ടും. അളിയ നിനക്കുള്ള പെണ്ണ് എവിടെ വിധിച്ചിരിപ്പുണ്ടളിയാ, അത് നമ്മൾ കണ്ടെത്തും. എടാ ടീച്ചറെ മോനെ തന്നെ നീ നോക്കി നോക്ക്. അവനെന്ത് സൗന്ദര്യമല്ലേ, പണമല്ലേ? അവന് നിന്നേക്കാട്ടി ഒരു വയസ്സിന് മൂത്തതാണ് അവൻ. അവനില്ല അളിയ പെണ്ണ്. അളിയ അല്ലെങ്കിലും നല്ലവർക്കൊന്നും പെണ്ണ് കിട്ടൂല അളിയ, അതൊരു പ്രകൃതി നിയമമാണ്. അളിയ നീ എന്നെ തന്നെ നോക്കി നോക്ക്. പെണ്ണ് കിട്ടാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന്, പെണ്ണ് കിട്ടിയപ്പോഴോ അളിയ ഇതേപോലൊരു ദുരന്തം ഇല്ല അളിയ. എന്താ രണ്ടുപേരും കൂടെ ഒരു ആഭ്യന്തര ചർച്ച? ഓ നമ്മൾ ഓരോരോ രാജ്യകാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അമ്മണിയേട്ടാ ഇന്ന് പോയ കല്യാണക്കാരി എന്തായി? ഈ ഇടയ്ക്ക് എങ്ങനെ നടക്കുവോ? കുറേ നാളായി ഒരു കല്യാണ സദ്യ കഴിച്ചിട്ട്. അമ്മണി ചേട്ടൻ്റെ കല്യാണത്തിന് വേണം അത് കഴിക്കാൻ. എന്റെ കല്യാണത്തിന്റെ സമയമാകുമ്പോഴേ ഞാൻ നിന്നെ അറിയിക്കാം. നീ നിന്റെ വീട്ടുകാരെയും കൂട്ടി കൈയടി വന്നാൽ മതി സദ്യ ഉണ്ടായി. കുറെ നാളെ അവള് കളിയാക്കണ്. ഇനി മേലെ എന്റെ പുറകെ നടന്നു പോലെ കേട്ടാ. ഞാൻ കെട്ടില്ലെങ്കിൽ നിനക്കെന്തൊരു കുഴപ്പം? കുറെ നാളെ അവള് പെണ്ണു നോക്കാൻ നടക്കണ്. ആദ്യം നീ കെട്ടി വല്ലവന്റെ കൂടെ പോകാൻ നോക്ക്. അവള് എനിക്ക് പെണ്ണു നോക്കാൻ നടക്കണം. ഇനി മേലെ എന്റെ പുറകെ നടന്നു പോലെ. എന്താ അമ്മണിയേട്ടാ ഇങ്ങനെ? 10-60 പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കളിയാക്കൽ ആദ്യമാണ്. പക്ഷേ അവന് പറ്റിയ പെണ്ണ് ഇവിടെ ഇല്ലെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇവന് പെണ്ണ് കിട്ടും. എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ വല്ല അനാഥാലയത്തിൽ നിന്നോ ആരും ഇല്ലാത്ത പെൺപിള്ളേരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു ജീവിതം കൊടുക്കാമല്ലോ അവന്. പക്ഷേ ഇവിടെ 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 അവന് പറ്റിയ പെണ്ണില്ല. മനസ്സിലായി? എന്ത് പറ്റി മോളെ? ഒരു ദുരന്തനായികയെ പോലെ അങ്ങ് ദൂരെയൊക്കെ നോക്കിയിരിക്കുന്നു. ഒന്നുമല്ല അച്ഛാ. അങ്ങനെയല്ല, എന്തോ ഉണ്ട്. അല്ലാതെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലല്ലോ. അമ്മിണിക്കുട്ടൻ ചേട്ടൻ്റെ വഴക്ക് പറഞ്ഞു. അമ്മിണിക്കുട്ടനോ? അവൻ അങ്ങനെ വഴക്ക് പറയുന്ന ആളല്ലല്ലോ മോളെ. ഇന്ന് പെണ്ണാണാൻ പോയെടുത്തുനിന്ന് ഒരുപാട് കളിയാക്കൽ കേൾക്കേണ്ടി വന്നു. പാവം, നല്ലൊരു ചെറുക്കനാ. ഈ നാട്ടിലുള്ള അണ്ടനും അടവോടനും ഒക്കെ പെണ്ണ് കിട്ടുന്നു. യവന്റെ കാര്യം കഷ്ടം തന്നെ. എല്ലാം ഈശ്വര നിശ്ചയം മോളെ. വിധിച്ചതേ നടക്കൂ. അല്ലാതെ എന്ത് പറയാനാ? അവൻ എന്തോ വിഷമം വന്നപ്പോ നിന്റെ അടുത്ത് പറഞ്ഞത്, അല്ലാതെ മനഃപൂർവ്വമായിരിക്കത്തില്ല. മോളെ ജോലി ചെയ്യും, അതൊന്നും സാരമാക്കണ്ട. അവന് വിധിച്ചത് കിട്ടും. സമയമാകുമ്പോ അവന്റെ കല്യാണവും നടക്കും. അമ്മിണി ചേട്ടാ. കൃഷ്ണേ, എന്താ വീണ്ടും കളിയാക്കാൻ തന്നെ വന്നത്? ചേട്ടാ ഞാൻ അതറിയാതെ.
നീ അപ്പോഴേക്കും പേടിച്ച. ഞാൻ വെറുതെ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയാ പറഞ്ഞു, നീ അത് കാര്യമാക്കണ്ട. പിന്നെ ഈ നാട്ടുകാർ പറഞ്ഞാലൊക്കെ കാര്യമില്ലേ? എന്നും പെണ്ണ് കാണാൻ പോയാ പെണ്ണും കിട്ടണില്ല, ഇവിടെ കോഴിയും കിട്ടണില്ല. ഇല്ല ഏട്ടാ, ചേട്ടൻ്റെ നല്ല മനസ്സിന് നല്ലൊരു പെണ്ണിനെ കിട്ടും. എവിടെയോ വിധിച്ചിരിപ്പുണ്ട്. ഇത് എന്നെ കുറെ കാലം കൊണ്ട് കേൾക്കണത്. ആ വിധിച്ച പെണ്ണ് ഇതുവരെ മുന്നിലെത്തിയിട്ടില്ല. ചേട്ടന് ഞാൻ ഒരു പെണ്ണ് നോക്കട്ടെ? വീണ്ടും കളിയാക്കി തുടങ്ങിയല്ലേ? ഇല്ല ഏട്ടാ, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. പിന്നെ അധിക സൗന്ദര്യമൊന്നും ഇല്ല, ചേട്ടൻ പ്രതീക്ഷിക്കുന്ന സ്ത്രീധനവും കിട്ടില്ല. അതിനോട് ആര് സ്ത്രീധനമൊക്കെ നോക്കി? അവളുടെ സ്ത്രീധനം വാങ്ങിച്ച് തിന്നേണ്ട ഗതികേടൊന്നും ഈ അമ്മനെ കൊണ്ടുന്നില്ല. നല്ലൊരു പെണ്ണായിരിക്കണം, അത്രേ ഉള്ളൂ. എങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യുമോ? എന്ത്? എൻ്റെ അച്ഛനോട് വന്ന് പെണ്ണ് വയ്ക്കുമോ എന്നെ?